ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് നാളെ പൊതു അവധി. വോട്ടെടുപ്പ് നാളെ രാവിലെ 7 മണിക്ക് ആരംഭിക്കും. ബൂത്തുകളിൽ സുരക്ഷാ ക്രമീകരണം ശക്തമാക്കി. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് നടന്നു. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. 2 ആഴ്ചത്തെ വെടിനിർത്തൽ പശ്ചിമേഷ്യയിൽ സമാധാനത്തിന് വഴിയൊരുക്കുമെന്ന പ്രത്യാശ പങ്കുവച്ച് വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്ത് LPG, പെട്രോൾ, ഡീസൽ എന്നിവയുടെ വിതരണം സാധാരണ നിലയിലാണെന്ന് കേന്ദ്ര സർക്കാർ. വെടിനിർത്തലിന് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില ഇടിഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ നേട്ടം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. സംസ്ഥാനത്ത് നാളെ രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണി വരെ നീളും. 140 നിയമസഭാ മണ്ഡലങ്ങളിലായി 883 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 2.71 കോടി വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. 30,495 പോളിംഗ് ബൂത്തുകൾ വോട്ടെടുപ്പിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിൽ 2040 എണ്ണം പ്രശ്നബാധിത ബൂത്തുകളാണ്. മണ്ഡലങ്ങളിൽ ഇന്ന് നിശബ്ദ പ്രചാരണമാണ് നടന്നത്. പോളിംഗ് സാമഗ്രികളുടെ വിതരണവും ഇന്ന് നടന്നു. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചാണ് വോട്ടെടുപ്പ് നടക്കുക. തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത ഉറപ്പാക്കുന്നതിനായി ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനവും സജ്ജീകരിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പ് പൂർത്തിയാകും വരെ സംസ്ഥാനത്ത് മദ്യനിരോധനം ഏർപ്പെടുത്തി. 1.46 ലക്ഷം ഉദ്യോഗസ്ഥരെയാണ് വോട്ടെടുപ്പിനായി നിയോഗിച്ചിരിക്കുന്നത്. സുരക്ഷയ്ക്കായി 76,000 പോലീസ് ഉദ്യോഗസ്ഥരെയും സംസ്ഥാനത്തുടനീളം വിന്യസിച്ചിട്ടുണ്ട്. കേന്ദ്രസേനയുടെ 160 സംഘങ്ങളും കേരളത്തിൽ എത്തിയിട്ടുണ്ട്. വോട്ടെടുപ്പ് ദിവസമായ നാളെ സംസ്ഥാനത്ത് പൊതു അവധിയാണ്. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കടക്കം വേതനത്തോടുകൂടിയ അവധി ബാധകമാണ്. പോളിംഗ് സ്റ്റേഷനിൽ എത്തുമ്പോൾ വോട്ടർമാർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരുന്നാൽ വോട്ട് ചെയ്യുന്നത് കൂടുതൽ സുഗമമാകും. ആദ്യമായി വോട്ട് രേഖപ്പെടുത്തുന്നവർക്കും ഇത് ഏറെ പ്രധാനമാണ്. ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്. വോട്ട് രേഖപ്പെടുത്താനായി വോട്ടിംഗ് കമ്പാർട്ട്മെന്റിന് മുന്നിൽ എത്തുമ്പോൾ 3-ാം പോളിംഗ് ഓഫീസർ ബാലറ്റ് യൂണിറ്റ് സജ്ജമാക്കുകയും ബാലറ്റ് യൂണിറ്റിലെ റെഡി ലൈറ്റ് പ്രകാശിക്കുകയും ചെയ്യും. ബാലറ്റ് യൂണിറ്റിലുള്ള നിങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥിയുടെ പേരിന്റെയും ചിഹ്നത്തിന്റെയും നേരെയോ ഉള്ള നീല ബട്ടണിൽ അമർത്തുകയാണ് ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത്. അതോടെ വോട്ട് രേഖപ്പെടുത്തി എന്ന് സൂചിപ്പിച്ച് സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെ ചുവന്ന ലൈറ്റ് പ്രകാശിക്കും. നിങ്ങൾ രേഖപ്പെടുത്തിയ വോട്ട് വ്യക്തമാക്കുന്ന ബാലറ്റ് സ്ലിപ്പ് VVPAT വഴി പ്രിന്റ് ചെയ്യപ്പെടുകയും 7 സെക്കൻഡ് നേരത്തേക്ക് ഇത് ഗ്ലാസിലൂടെ കാണുകയും ചെയ്യാനാകും. വോട്ട് കൃത്യമായി രേഖപ്പെടുത്തി എന്ന് സൂചിപ്പിക്കുന്ന ബീപ് ശബ്ദം കൺട്രോൾ യൂണിറ്റിൽ നിന്ന് കേൾക്കുകയും ചെയ്യാനാകും. നിശബ്ദ പ്രചാരണ വേളയിൽ ചില TV ചാനലുകളിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും തെരഞ്ഞെടുപ്പ് പരസ്യങ്ങൾ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അച്ചടി മാധ്യമങ്ങളിൽ മുൻകൂർ അനുമതി നേടിയ പരസ്യങ്ങൾ ഒഴികെ ഇലക്ട്രോണിക്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഈ സമയത്ത് ഒരു വിധത്തിലുമുള്ള പരസ്യ പ്രചാരണം പാടില്ലെന്നും ഇവ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ജില്ലകളിൽ പൂർത്തിയായി. ആലപ്പുഴ ജില്ലയിലെ ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി R. രവികുമാർ. ജില്ലയിലെ 1898 പോളിംഗ് ബൂത്തുകളിലും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എത്തിക്കഴിഞ്ഞു. എല്ലാ ബൂത്തുകളും ഹരിതചട്ടം പാലിച്ചാണ് ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്നത്. ഓരോ പഞ്ചായത്തിലും ഓരോ നഗരസഭകളിലും മാതൃകാ പോളിംഗ് ബൂത്തുകളും പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലയിൽ ആകെ 19 വനിതാ സൗഹൃദ ബൂത്തുകളുമുണ്ട്. ഇവിടെ എല്ലാ ജീവനക്കാരും സ്ത്രീകളാണ്. 3 മുന്നണികളും ശക്തമായ പ്രചരണമാണ് ആലപ്പുഴ ജില്ലയിൽ കാഴ്ചവെച്ചത്. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വിജയ പ്രതീക്ഷയിലുമാണ്. സുരക്ഷയ്ക്കായി കേന്ദ്രസേനയടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും രംഗത്തുണ്ട്. പാലക്കാട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. 12 നിയോജക മണ്ഡലങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണവും പൂർത്തിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ജില്ലയിൽ 12 മണ്ഡലങ്ങളിലുമായി 71 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. വോട്ടെടുപ്പിനായി 2531 പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. 25 പിങ്ക് ബൂത്തുകളും ഭിന്നശേഷി വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ ഒരു ബൂത്തും ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിലാകെ 22,68,721 വോട്ടർമാരാണ് ഉള്ളത്. 3052 ബാലറ്റ് യൂണിറ്റുകളാണ് വോട്ടെടുപ്പിനായി സജ്ജമാക്കിയിരിക്കുന്നത്. റിസർവ് ജീവനക്കാരുൾപ്പെടെ 12,192 പേരെ പോളിംഗ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുണ്ട്. ആദിവാസി മേഖലയായ അട്ടപ്പാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. തമിഴ്നാടിനോട് ചേർന്നുള്ള ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിൽ പരിശോധനയും ഊർജിതമാക്കിയിട്ടുണ്ട്.
നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ വോട്ടർമാർക്ക് പണം വിതരണം ചെയ്തെന്ന പരാതിയിൽ ഫ്ളൈയിംഗ് സ്ക്വാഡ് അന്വേഷണം നടത്തി ജില്ലാ കളക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ജനപ്രാതിനിധ്യ നിയമത്തിന്റെയും പെരുമാറ്റച്ചട്ടത്തിന്റെയും ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലെ തെരുവക്കുറിശി ഭാഗത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ പണം വിതരണം ചെയ്തു എന്നായിരുന്നു പരാതി. നിശബ്ദ പ്രചാരണ സമയത്ത് മാധ്യമങ്ങളിലൂടെ സംസാരിച്ചതിന് അടൂരിലെ UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാറിനും LDF സ്ഥാനാർത്ഥി പ്രിജി കണ്ണനുമെതിരെ കേസെടുക്കാൻ പത്തനംതിട്ട ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. വോട്ട് ചെയ്യുക എന്നത് ജനാധിപത്യപരമായ അവകാശം എന്നതിലുപരി കടമ കൂടിയാണെന്നും എല്ലാവരും സ്വതന്ത്രവും നിർഭയവുമായി വോട്ട് രേഖപ്പെടുത്തി ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകണമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. വോട്ടവകാശം എല്ലാവരും സഗൌരവം വിനിയോഗിക്കണമെന്നും ഗവർണർ അഭ്യർത്ഥിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഫോട്ടോ ഐഡന്റിറ്റി കാർഡിന് പുറമെ ആധാർ, പാൻ കാർഡ്, പാസ്പോർട്ട് തുടങ്ങിയ അംഗീകൃത തിരിച്ചറിയൽ രേഖകളും വോട്ട് രേഖപ്പെടുത്തുന്നതിനായി ഉപയോഗിക്കാം. ഭിന്നശേഷി തിരിച്ചറിയൽ കാർഡ്, സർക്കാർ ജീവനക്കാരുടെ ഫോട്ടോ പതിച്ച ID കാർഡുകൾ, ഫോട്ടോ പതിച്ച ബാങ്ക്, പോസ്റ്റ് ഓഫീസ് പാസ്ബുക്കുകൾ തുടങ്ങിയവയും അംഗീകൃത തിരിച്ചറിയൽ രേഖകളിൽ ഉൾപ്പെടുന്നു. കേരളത്തിന് പുറമെ നാളെ വോട്ടെടുപ്പ് നടക്കുന്ന പുതുച്ചേരിയിലും അസമിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. അസമിലെ 126 മണ്ഡലങ്ങളിലേക്കും പുതുച്ചേരിയിലെ 30 മണ്ഡലങ്ങളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ മെയ് 4-നാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. 2 ആഴ്ചത്തെ വെടിനിർത്തൽ പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനത്തിനും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള തടസ്സമില്ലാത്ത കപ്പൽ ഗതാഗതത്തിനും വഴിയൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രത്യാശ പ്രകടിപ്പിച്ചു. 2 ആഴ്ചത്തെ വെടിനിർത്തലിന് അമേരിക്കയും ഇറാനും സമ്മതം അറിയിച്ചതിന് പിന്നാലെ തീരുമാനത്തിന് ഇസ്രയേലും പിന്തുണ അറിയിച്ചിരുന്നു. വെടിനിർത്തലിൽ ലബനൻ ഉൾപ്പെടുന്നില്ലെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അറിയിച്ചു. എന്നാൽ വെടിനിർത്തൽ പ്രാബല്യത്തിലായതിന് പിന്നാലെ തെക്കൻ ഇറാനിലെ ലാവൻ റിഫൈനറിയിൽ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിൽ ആരാണെന്നത് വ്യക്തമല്ല. അതിനിടെ ഇറാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണങ്ങളെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൂടെ തടഞ്ഞതായി UAE അറിയിച്ചു. ഇറാനിലുള്ള ഇന്ത്യൻ പൌരന്മാർ എത്രയും വേഗം രാജ്യം വിടണമെന്ന് ഇന്ത്യൻ എംബസി നിർദ്ദേശിക്കുന്ന വഴികളിലൂടെ വേണം ഇറാനിൽ നിന്ന് പുറത്തു കടക്കാനെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. എംബസിയുടെ അനുമതിയില്ലാതെ ഇറാന്റെ കര അതിർത്തികളിലേക്ക് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. രാജ്യത്ത് LPG, പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് ക്ഷാമമില്ലെന്നും വിതരണം സാധാരണ നിലയിലാണെന്നും കേന്ദ്ര സർക്കാർ. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതകം തടസ്സമില്ലാതെ ഉറപ്പാക്കാൻ സർക്കാർ മുൻഗണന നൽകുന്നതായും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. US-ഉം ഇറാനും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായതോടെ ആഗോള എണ്ണവില കുത്തനെ ഇടിഞ്ഞു. ബ്രെന്റ് ക്രൂഡ് വില 16% ഇടിഞ്ഞ് ബാരലിന് $91 രാജ്യത്തെ ഓഹരി വിപണികളും കുതിച്ചുയർന്നു. സെൻസെക്സ് 2946 പോയിന്റ് നേട്ടത്തിൽ 77,562-ലും നിഫ്റ്റി 873 പോയിന്റ് ഉയർന്ന് 23,997-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 2,920 രൂപ വർദ്ധിച്ച് 1,12,800 രൂപയും ഗ്രാമിന് 14,100 രൂപയുമാണ് ഇന്നത്തെ വില. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഡൽഹിയിൽ രാത്രി 7:30-നാണ് മത്സരം. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തിനുള്ളിൽ മൊബൈൽ ഫോൺ അനുവദിക്കില്ല. വോട്ടെടുപ്പിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിനും സുരക്ഷാ സംവിധാനങ്ങൾ കണക്കിലെടുത്തുമാണ് നടപടി. മൊബൈൽ ഫോൺ സൂക്ഷിക്കുന്നതിനായി ചില ജില്ലകളിൽ ഹരിത മൊബൈൽ പൌച്ചുകളും ഏർപ്പെടുത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് നാളെ പൊതു അവധി. വോട്ടെടുപ്പ് നാളെ രാവിലെ 7 മണിക്ക് ആരംഭിക്കും. ബൂത്തുകളിൽ സുരക്ഷാ ക്രമീകരണം ശക്തമാക്കി. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് നടന്നു. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. 2 ആഴ്ചത്തെ വെടിനിർത്തൽ പശ്ചിമേഷ്യയിൽ സമാധാനത്തിന് വഴിയൊരുക്കുമെന്ന പ്രത്യാശ പങ്കുവച്ച് വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്ത് LPG, പെട്രോൾ, ഡീസൽ എന്നിവയുടെ വിതരണം സാധാരണ നിലയിലാണെന്ന് കേന്ദ്ര സർക്കാർ. വെടിനിർത്തലിന് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില ഇടിഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ നേട്ടം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.